ഇങ്ങനെയൊരു മാറ്റം കേരളത്തിന് വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റിയതിൽ അടിയന്തരാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ സ്ഥാനമുണ്ട്. ജനങ്ങളൊരു പ്രശ്നം കൊണ്ട് പിണറായി കാണട്ടെ. ജനങ്ങളോട് ഇത്രയും സൗമ്യത കാണിച്ച വേറൊരു ഭരണകർത്താവുണ്ടോ? പിണറായി ഇന്നത്തെ കാര്യം മാത്രമല്ല നോക്കുക, വരും കാലം കൂടി നോക്കിയിട്ട് അത് പ്ലാൻ ചെയ്ത ഇവിടെ നടന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ പിണറായിയുടെ കാർക്കശ്യം, ആ കാർക്കശ്യം ആരായാലും അനുഭവിക്കും. കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് പി ശശിയാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. അതിനേക്കാളേറെ പറയാനുള്ളത് 6 പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമാണ്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാക്കളായ EMS, EK നയനാർ, VS അച്യുതാനന്ദൻ, ശ്രീ പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾക്കൊക്കെ ഒപ്പം 4 പതിറ്റാണ്ട് മുമ്പ് CPM സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ, ഈ ചുവന്ന മണ്ണിൽ CPM-നെ 5 വർഷം നയിച്ച ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളെ ഇദ്ദേഹത്തേക്ക് അടുപ്പിച്ചത് ഏതാണ്ട് 1.5 ലക്ഷം മനുഷ്യർക്ക്, 1,30,000 മനുഷ്യർക്ക് ഇതുവരെ അവരുടെ വിശപ്പടക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ. ഒത്തിരി ഉണ്ട് പി ശശിയെക്കുറിച്ച് പറയാൻ. പ്രേക്ഷകർക്കും ഒപ്പം പി ശശിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പി ശശി, ഞങ്ങളുടെ ഈ സക്സസ് സ്റ്റോറി എപ്പോഴും കടന്നു പോകുന്നത് വ്യത്യസ്തരായ മനുഷ്യരിലൂടെയാണ്. ഇന്നത്തെ തലമുറയിലെ നേതാക്കൾ രൂപപ്പെടുന്നത് നവമാധ്യമങ്ങളുടെ ചില മെസ്മറിസത്തിലൂടെയാണ് കൂടുതൽ. പഴയ തലമുറ പക്ഷെ കടന്നു വന്ന വഴികൾ കഠിനമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ എന്ന പൊതുപ്രവർത്തകൻ എങ്ങനെ രൂപപ്പെട്ടു എന്നറിയാനുള്ള ഒരു ശ്രമമാണിത്. അങ്ങനെ പറയുമ്പോൾ താങ്കൾ ജനിച്ചത് എവിടെയാണെന്നാണ് ആദ്യം നമുക്ക് ചോദിക്കാനുള്ളത്. എവിടെയാണ് താങ്കളുടെ ജനനം? നമസ്കാരം. എൻ്റെ ജന്മനാട് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി പഞ്ചായത്തിലുള്ള മാവിലായി വില്ലേജിലാണ്. മാവിലായി വില്ലേജ് എന്ന് പറയുമ്പോൾ അത് AKGയുടെ നാടാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നല്ല സ്വാധീനമുള്ള കുടുംബങ്ങൾ തന്നെ മഹാഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നൊരു ഗ്രാമമാണ് മാവിലായി. ആ കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള ഗ്രാമത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് എൻ്റെ ജനനം. മാതാപിതാക്കൾ? അച്ഛൻ പാർട്ടി അംഗമായിരുന്നു. പേര്? KV കൃഷ്ണൻ. അമ്മ രുക്മിണി. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 പേര്. 7 പേര്. താങ്കൾ എത്രാമത്തെ ആളാണ്? ഞാൻ 1ാമത്തെ ആൾ. മൂത്തയാളാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളവരെല്ലാം വ്യത്യസ്ത മേഖലകളിൽ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കില്ല. താങ്കൾ മാത്രമാണ്. താങ്കളുടെ ഒരു ബാല്യം എങ്ങനെയാണ് ഓർക്കുന്നത്? ഏറ്റവും ഓർമ്മ വരുന്ന കാലമുള്ള താങ്കളുടെ വീടും ഗ്രാമവും അന്തരീക്ഷവും? എൻ്റെ വീട് പാർട്ടിയുടെ വിവിധ യോഗങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നൊരു വീടാണ്. ഒരു കൃഷിക്കാരാണ് ഞങ്ങൾ, കർഷക കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വലിയ മുറ്റം ഒക്കെയുള്ളൊരു വീട് നോക്കിയാണല്ലോ ഈ യോഗങ്ങളൊക്കെ വെക്കുക. അപ്പോൾ സ്വാഭാവികമായും അവിടെ നടക്കുന്ന യോഗങ്ങൾ എല്ലാം കേൾക്കാൻ എനിക്ക് കുട്ടിക്കാലം മുതലേ അത് കണ്ടാണ് വളരുന്നത്. അപ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ, അന്നേരം ബാലസംഘം എന്ന് പറയുന്നതൊന്നും സംസ്ഥാന തലത്തിലൊന്നുള്ള സംവിധാനമൊന്നുമല്ല. ഞങ്ങൾ പ്രദേശത്തൊരു ബാലസംഘം, അവിടുത്തെ പാർട്ടി മുൻകൈ എടുത്തൊരു ബാലസംഘം. ആ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥിയായി മാവിലായി സെൻട്രൽ LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. തുടർന്ന് കാടാച്ചിറ ഹൈസ്കൂളിലാണ് പഠിച്ചത്. കാടാച്ചിറ ഹൈസ്കൂളിൽ നിന്നാണ് SFIയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം KSF ആയിരുന്നു, പിന്നെ SFI ആയിരുന്നു. അതിനു മുമ്പ് തന്നെ, അക്കാലത്ത് തന്നെ ഞാൻ KSYFൻ്റെ പ്രവർത്തകനുമായിരുന്നു നാട്ടിൽ. SFIയിൽ സജീവ നേതാവാകുന്ന സമയത്ത് തന്നെ KSYFൻ്റെ മാവിലായി DYFIയുടെ മുമ്പുള്ള വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും കൂടെയുണ്ട്. ഈ പ്രൈമറി വിദ്യാഭ്യാസ കാലമില്ലേ, ഇന്നത്തെ പോലെ നമുക്കുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. ആ പ്രൈമറി വിദ്യാഭ്യാസ കാലം താങ്കളുടെ ഓർമ്മയിൽ സ്കൂള്, വീട്, അധ്യാപകർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഇന്നത്തെ ഒരു അന്തരീക്ഷമേ അല്ല എന്നുള്ളത്. എങ്ങനെയാണ് അതിനെ ഒന്ന് ആലോചിക്കുന്നത്? വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള സ്കൂളാണ്. ഞാൻ ഓർക്കുന്നൊരു വാക്കുണ്ട് എപ്പോഴും അമ്മ പറയുന്നത്, ഞാൻ ചില പ്രസംഗത്തിലത് പറയാറുണ്ട്. രാവിലെ നല്ല വെടിപ്പുള്ള വസ്ത്രമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മ എന്നോട് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്,
മണ്ണ് കുത്തിയ ആനയെ പോലെയാണല്ലോ നീ വരുന്നത്. മേലാസകലം മണ്ണും ഒക്കെ ആയിട്ട്. കാരണം സ്കൂൾ അത്രയൊരു നീറ്റായ സ്ഥലമല്ല. ഇന്നൊരു 5 സ്റ്റാർ സ്റ്റൈലിലാണല്ലോ നമ്മൾ സ്കൂളുകളെല്ലാം ഡെവലപ്പ് ചെയ്തത്. അന്ന് ഒരു ചെറിയ ബെഞ്ച്, അതിൻ്റെ സൗകര്യങ്ങൾ, താഴെ മണ്ണ് ഇല്ല, നിലമൊന്നും തേച്ചൊന്നായിരിക്കില്ല. പിന്നെ നന്നായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല സുഹൃത്തുക്കളും അധ്യാപകരൊക്കെ വളരെ. അച്ഛനവിടെ കൃഷിയോടൊപ്പം തന്നെ ഒരു കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അധ്യാപകരെല്ലാം അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ടൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ കൂടി ചേർന്ന് 4ാം ക്ലാസ് വരെയാണ് ആ സ്കൂൾ പഠിച്ചത്. 5 മുതൽ ഞാൻ പഠിക്കുന്ന കാടാച്ചിറ ഹൈസ്കൂൾ. എന്താണ് കാടാച്ചിറ ഹൈസ്കൂളിലെ ആ ഒരു വിദ്യാർത്ഥി കാലം? കാടാച്ചിറ ഹൈസ്കൂൾ 3000-ഓളം കുട്ടികളുള്ള ഒരു വിദ്യാലയമായിരുന്നു അക്കാലത്ത്. 3000 കുട്ടികൾ. 3000 കുട്ടികളുണ്ട്. വലിയ വിദ്യാലയമായിരുന്നു. അവിടെ ഞാൻ സാധാരണ നിലയിൽ എൻ്റെ വില്ലേജ് വരുന്നത് പെരളശ്ശേരി പഞ്ചായത്തിലാണ്. പെരളശ്ശേരി ഹൈസ്കൂളിലാണ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ മുതിർന്നവരെല്ലാം പഠിച്ചത്. താങ്കൾ എന്തുകൊണ്ട് കാടാച്ചിറയായി? കാടാച്ചിറ ആയത് അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് എൻ്റെ ഇളയച്ചൻ കൽക്കട്ടയിലായിരുന്നു അന്നേരം ജോലി ചെയ്യുന്നത്. ഇളയച്ചൻ നിർബന്ധപൂർവ്വം അച്ഛനോട് പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് ചേർക്കണം എന്ന് പറഞ്ഞു. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് ചേർത്തു. അക്കാലത്ത് സർക്കാർ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം, എയ്ഡഡ് സ്കൂളാണ്. ആ എയ്ഡഡ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വളരുന്നത്. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ, 25ഓളം കുട്ടികളേ ഉള്ളൂ. 10, 50, 100 കുട്ടികളില്ല. കുറച്ച് കുട്ടികൾ മാത്രമുള്ളൊരു സംവിധാനമാണ്. നന്നായിട്ട് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്ന സംവിധാനമാണ്. അവിടെയാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്. ആ പഠനത്തിനിടയിൽ SFIയുടെ പ്രവർത്തകനായി. അപ്പോൾ ഞാൻ നല്ല അത്ലറ്റായിരുന്നു. എന്തൊക്കെയായിരുന്നു കായിക? കാടാച്ചിറ ഹൈസ്കൂളിൽ കബഡി ടീം എന്ന് പറഞ്ഞാൽ ജില്ലാ ചാമ്പ്യൻസാണ്. ഞാൻ 3 വർഷം ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ആ 3 വർഷവും ഞങ്ങൾ ട്രോഫി വാങ്ങിയവരാണ്. ബാസ്ക്കറ്റ് ബോളിൽ ബെസ്റ്റ് പ്ലെയറായിട്ട് ഞാൻ കളിക്കാറുണ്ടായിരുന്നു. വോളിബോളും കളിക്കാറുണ്ട്. പിന്നെ ത്രോസിലൊക്കെ ഞാൻ കുറച്ചധികം വൈദഗ്ധ്യം കാണിക്കാറുള്ളതാണ്. ജാവലിൻ ത്രോ ആയാലും ഷോട്ട് പുട്ടായാലും ഡിസ്കസ് ത്രോ ആയാലും ഇതിലൊക്കെ നല്ല താല്പര്യമുണ്ട്. ചെറിയ നാടകമൊക്കെ അഭിനയിക്കുമായിരുന്നു. അവിടെ സ്കൂളിൻ്റെ സിൽവർ ജൂബിലിയിൽ മാർക്ക് ആൻ്റണിയുടെ വേഷം ഇംഗ്ലീഷ് ഡ്രാമയാണ്. അതായിരുന്നു എനിക്കന്ന് കിട്ടിയ വേഷം. അങ്ങനെ സ്കൂളിൻ്റെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സജീവമായി പങ്കെടുക്കുകയും അതുവഴി അധ്യാപകരുടെയൊക്കെ ഒരു പ്രിയം കൂടുമല്ലോ അത്തരം കുട്ടികളോടൊക്കെ. അതോടൊപ്പം പഠിച്ചും സംഘടനാ പ്രവർത്തനം നടത്തിയും എല്ലാം വന്നൊരു ഘട്ടമാണ്. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ആ കാലം, അന്നൊക്കെ റാങ്കുകളുടെ കാലമാണല്ലോ. അന്നത്തെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ് മോശമല്ലാത്ത രീതിയിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞാണ് കണ്ണൂർ SN കോളേജിലേക്ക് ചേരുന്നത്. കണ്ണൂർ SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോൾ ഇവിടെ SFI പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഞങ്ങളെയൊക്കെ ഒരു ബ്രാൻഡ് ചെയ്ത് വെച്ചിരുന്നു. ഒരു KSUവിന് ആധിപത്യമുള്ള സ്ഥലമായിരുന്നു അത് SN കോളേജ്. അവിടെയും 3500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്, കലാലയമാണ്. ഞാനൊരു എഞ്ചിനീയർ ആവണമെന്ന മോഹത്തോടു കൂടിയാണ്. എന്തുകൊണ്ടാണ് ഒരു എഞ്ചിനീയർ എന്ന മോഹം മനസ്സിൽ വരാൻ കാരണം? എൻ്റെ വീട്ടിൽ അച്ഛനാഗ്രഹം അതായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു എഞ്ചിനീയർ ആക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മനസ്സിലങ്ങനെ ആഗ്രഹിച്ചു. ഞാനും ആഗ്രഹിച്ചു. ഈ കാടാച്ചിറ സ്കൂളിലുള്ള ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം, സംഘർഷം, കുഴപ്പം, കുലുമാലും, നല്ല സംഘർഷവും നല്ല അവിടെയും KSUവിന് ആധിപത്യം ഉണ്ടായിരുന്നൊരു ക്യാമ്പസാണ്. ആദ്യം KSFിൻ്റെ പ്രവർത്തകനായിട്ട് വന്നു. അപ്പോഴത്തേക്ക് SFI രൂപീകരിച്ചു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മളെല്ലാം. അല്ല, അപ്പോൾ അവിടെയുള്ള അന്തരീക്ഷം എങ്ങനെയുണ്ടായിരുന്നു? അന്തരീക്ഷം സംഘർഷഭരിതമാണ്. ഞങ്ങളെല്ലാം എപ്പോഴും അടിക്കുമായിരുന്നു. അവരടിക്കും. അന്ന് KSUകാർ അടിക്കും ആദ്യമല്ലോ. അപ്പോൾ അടികൊണ്ട് വീട്ടിൽ പോകും. ആദ്യമെല്ലാം അടികൊണ്ട് വീട്ടിൽ പോക്ക് മാത്രമല്ല, പിന്നെ അതങ്ങ് മാറി. തിരിച്ചടിക്കാൻ കുട്ടികൾ കൂടുതൽ നമ്മളോടൊപ്പമായി. തിരിച്ചടി എന്ന് ഞാൻ പറയുന്നില്ല, ഏതായാലും പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടി. സ്കൂളിൻ്റെ ആധിപത്യം പിന്നീട് നമ്മുടെ കയ്യിലായി. അവിടെ കാടാച്ചിറ സ്കൂളിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ തൊഴിലാളികൾ ഏറ്റവും അധികം ഞങ്ങളെ സഹായിക്കുന്ന സ്ഥലമായിരുന്നു വീട് തൊഴിലാളികൾ. ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല, മരിച്ചുപോയി. മന്ദമ്പേത്ത് അച്ചോട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലീസ് ക്യാമ്പിലൊക്കെ ഒരുപാട് അടിച്ച് ആരോഗ്യം മുഴുവൻ പോലീസ് നശിപ്പിച്ച ഒരാളാണ്. പാർട്ടിയുടെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാടാണ് ഈ അടൂർ എന്ന് പറയുന്നത്. അദ്ദേഹം ഞങ്ങൾക്ക് അടികൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉടനെ വലിയൊന്ന് വരും.
അതോടുകൂടി അടി നിൽക്കും, അടി നിൽക്കും. സമാധാനമാവും, ആ കാലത്ത് ഒന്നും ചെയ്യേണ്ടി വരില്ല. സഹപാഠികളൊക്കെ എങ്ങനെയാണ്? സഹപാഠികളൊക്കെ ഇപ്പോഴും നല്ല ബന്ധമുള്ളവരാണ് സഹപാഠികൾ. നല്ല ഇപ്പോഴും അടികൊണ്ട് ആശുപത്രിയിലൊന്നും ആയിട്ടില്ലല്ലോ ആ കാലത്ത്. ആ കാലത്ത് അടികൊണ്ട് ആശുപത്രി കയ്യാങ്കളിയേ ഉള്ളൂ. അത്രേ. കയ്യാങ്കളി, മറ്റ് ആയുധങ്ങൾ ആയുധമില്ല ആ കാലത്ത്. പ്രീ ഡിഗ്രി എസ് എൻ കോളേജിൽ വന്നപ്പോൾ ആയുധം വന്നോ? എസ് എൻ കോളേജിൽ വന്നപ്പോൾ ആയുധം വന്നു. എന്തായിരുന്നു എസ് എൻ കോളേജിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എസ് എൻ കോളേജിൽ അന്ന് താങ്കളുടെ കാലഘട്ടത്തിൽ AP ജയശീലനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മത്സ്യത്തൊഴിലാളി അതെ അതെ, അദ്ദേഹമൊക്കെ ഇപ്പോഴില്ല. ഇല്ല. യെസ്. VC രാധാകൃഷ്ണൻ, നിസാർ അഹമ്മദ്, അഡ്വക്കേറ്റ് നിസാർ അഹമ്മദ്, ഇവരൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ്. അവിടുത്തെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ 3000-3500 കുട്ടികളിൽ 300 ആൾ SFI, ഒരു 10-300 ആളുകൾ EC എന്നിട്ടൊരു സംഘടനയുണ്ട്. അതെന്താ സാധനം? ഇലക്ഷൻ കമ്മിറ്റി ഫോർ എഫിഷ്യൻറ്റ് കാൻഡിഡേറ്റ്സ് എന്നാണ് അവരുടെ പേര്. അതൊരു അരാഷ്ട്രീയ സംഘടനയാണ്. കണ്ണൂർ പട്ടണത്തിലുള്ള കുറച്ചുകൂടി ഒരു എലൈറ്റ് ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു ഗ്യാങ്ങാണ്. ബാക്കി മുഴുവൻ KSU ആധിപത്യമുള്ളൊരു ക്യാമ്പസാണ്. ഞാനിപ്പോഴും വേദനയോടെ ഓർക്കുന്നൊരു സംഭവമുണ്ട്. എഞ്ചിനീയർ ആവാൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മനഃപരിവർത്തനം വരുത്തിയൊരു ക്യാമ്പസാണ്. പ്രീ ഡിഗ്രിക്ക് ഏതാ എടുത്തത്? മാത്സാണ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു സംസ്ഥാനത്തൊട്ടുക്കും നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമരം, അതൊരു O വിജയനുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, വടിയുടെ സഹായത്തിൽ നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പിന്നീട് ഗ്രാമീണ ഇവിടെ കർഷക ബാങ്കിൻ്റെ ജീവനക്കാരനൊക്കെ. അവിടെ സ്റ്റെയർ കേസിൻ്റെ മേലെ നിന്ന് ഈ വടികുത്തി നടക്കുന്ന വിജയനെ വിളിച്ച് താഴെ ഇടുകയാണ്, ഭീകരമായിട്ട് അടിക്കുകയാണ്. അതുപോലെ മാവിലയുള്ളൊരു PV ദാസനുണ്ട്, അദ്ദേഹം അന്ന് അവിടുത്തെ നേതാവാണ്. ഞങ്ങളൊക്കെ നമുക്കെല്ലാം അടിയുണ്ട്, എല്ലാവർക്കും അടിയുണ്ട്. ആകെ ഒരു 10-20 ആളെ ഉണ്ടാവുള്ളൂ അന്നേരം സമരത്തിന്. അത് 300 കുട്ടികളെ ആകെ ഉള്ളൂ, 10-20 ആളെ ഉള്ളൂ. ഞങ്ങളെല്ലാം അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ നമ്മുടെ റെസിസ്റ്റൻസ് വേണമെന്നൊരു ചിന്ത വന്നു. കുട്ടികൾക്കിടയിൽ നമ്മുടെ സ്വാധീനം വർദ്ധിച്ചു. നല്ല രീതിയിൽ ഞാൻ ഫസ്റ്റ് DC പഠിക്കും, പ്രീ ഡിഗ്രി കഴിഞ്ഞ് അടുത്ത വർഷം SFIയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് അതെ അടിയന്തരാവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രിയിലേക്ക് കടക്കുന്നു. ഡിഗ്രി ഏതാ എടുത്തത്? ഡിഗ്രി ആകുമ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് മോഹൻ ഉപേക്ഷിച്ചു. ഞാൻ എക്കണോമിക്സിലേക്ക് പോയി. ഒരുപാട് ഞാൻ പഠിച്ചു. ഈ ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതെന്നെ പഠിപ്പിച്ചതിൽ SN കോളേജ് ക്യാമ്പസിനും SFIക്കും വലിയ പങ്കുണ്ട്. അവിടെ നിരവധി നേതാക്കന്മാരുടെ ക്ലാസ്സുകളും മറ്റും കേട്ടാണ് പിന്നെ ഞങ്ങളെല്ലാം വളരുന്നത്. അതിൽ പാട്ടി ഗോപാലൻ അവിടെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു, പിണറായി വിജയൻ യോഗങ്ങൾ പങ്കെടുക്കാൻ വരുമായിരുന്നു, MV ഗോവിന്ദൻ മാഷ് വരുമായിരുന്നു. ഇങ്ങനെ പ്രഗത്ഭരായ പല നേതാക്കന്മാരും. അപ്പോഴത്തേക്ക് SFIയുടെ ഏത് തലത്തിലുള്ള ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ വന്നു? SFIയിലെ അവിടെ യൂണിറ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് വന്നു. ഈ ബാലസംഘത്തിൽ ആദ്യത്തെ ഭാരവായിട്ട് എന്തായിരുന്നു? ബാലസംഘം നാട്ടിലെ യഥാർത്ഥ ബാലസംഘം വന്നിട്ടില്ല. ഒരു ബാലസംഘം പിന്നെ ഈ സംഘടനാ സെറ്റപ്പ് ഒന്നും അധികം ഇല്ല. അപ്പൊ SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായി നമ്മളെല്ലാ കുട്ടികളും കൂടി അവിടെ കൂടുക, യോഗം ചേരുക, പാട്ട് പാടുക, നടക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. SN കോളേജിൽ എത്തപ്പോൾ SFIയുടെ ലീഡർഷിപ്പിലേക്ക് വന്നു. അതെ അതെ. ആ സമയം ആകുമ്പോഴത്തേക്ക് ഒരു പാർട്ടി അംഗമായി കഴിഞ്ഞിരുന്നു. 1973 പാർട്ടി അംഗം. അതെ. 50 വർഷം മുമ്പ്. അതെ. 52 വർഷം മുമ്പ് CPMന്റെ പാർട്ടി അംഗത്വത്തിൽ താങ്കൾ എത്തി. അതെ. അങ്ങനെ അത്ര ചെറുപ്പത്തിൽ എത്തിയത്? 18ാമത്തെ വയസ്സിൽ. 18 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടി. അതിന് മുമ്പ് തന്നെ അനുഭാവിയായി, 18ാമത്തെ വയസ്സിൽ കാൻഡിഡേറ്റ് മെമ്പറായി. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ലോകത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും ഈ വ്യവസ്ഥയുടെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം മാർക്സിസത്തിൻ്റെ ബാലപാഠം പതുക്കെ പഠിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് പാർട്ടി എന്ന് പറയുന്നൊരു വികാരം മാത്രമാണ്. എന്താണ് ഈ പാർട്ടി എന്ന് പഠിക്കുന്നത് ഈ നിലയിലുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നതോടും പിന്നെ വായിക്കാനും നല്ല പ്രേരണ തരുമായിരുന്നു. കോളേജിൽ 2-3 അധ്യാപകരുണ്ടായിരുന്നു, നല്ല മാർക്സിസ്റ്റ് പാണ്ഡിത്യവും പാർട്ടിക്ക് ഉറക്കെയുള്ള അധ്യാപകരായിരുന്നു. അതിലൊരു പേരാണ് ഹർഷകുമാർ ദേവ്, അദ്ദേഹം ഫിസിക്സ് അധ്യാപകനായി. മറ്റൊരു പേരാണ് ശിവരാജ്,
ശിവരാജൻ അവിടെ സുവോളജിയുടെ പ്രധാനപ്പെട്ട അധ്യാപകനായിരുന്നു. ഇവർക്കൊക്കെ വലിയ തോതിൽ പാർട്ടിയോട് കൂറ് മാത്രമല്ല മാർക്സിസത്തെക്കുറിച്ച് അവഗാഹം ഉണ്ടായിരുന്നു. അർഷൻ മാഷയുടെ വീട് തൊട്ട് പിന്നിലാണ് കോളേജിൻ്റെ. അപ്പോൾ അവിടെ ഒരു ലൈബ്രറി തന്നെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അവിടുന്ന് വായനയുടെ ഒരു പ്രേരണയിലേക്ക് നല്ല തോതിൽ വന്നു. അതോടുകൂടിയിട്ട് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ അവസരം വേണം. അപ്പോൾ എഞ്ചിനീയർ എന്ന സ്വപ്നം അതോടുകൂടി അങ്ങ് മാറ്റി. പിന്നെ എന്തായിരുന്നു ലക്ഷ്യം? പിന്നെ ലക്ഷ്യം അഭിഭാഷകനാകുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു മോഹമായിരുന്നു. എന്തുകൊണ്ട്? ആരെങ്കിലും റോൾ മോഡലോ ഇന്നയാളെ പോലെ ആകണം എന്നുള്ള തോന്നലോ അങ്ങനെ അതൊന്നുമില്ല. റോൾ മോഡൽ കൊണ്ടൊന്നുമല്ല. ഒന്ന്, ഒരു യൂണിഫോംഡ് പ്രൊഫഷൻ എന്നുള്ളൊരു അട്രാക്ഷൻ എന്നോടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ആകാലോ. അതിനോടൊപ്പം തന്നെ നന്നായി ഈ തർക്കിക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. ഏത് വിഷയത്തോടും തർക്കിക്കുക. തർക്കശാസ്ത്രം കുറച്ച് കയ്യിൽ അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചോദ്യം ചെയ്യുക, അതിനെ എതിർക്കുന്നതിൽ ന്യായം കണ്ടെത്തുക, ഓരോ വിഷയത്തിലും ന്യായമായ നിലപാട് മാത്രം സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ കോളേജ് കാലത്തിലേക്കും ആ ലെവലിലേക്ക് നിങ്ങൾ രൂപപ്പെട്ടു. അതെ. ആ സമയമാകുമ്പോഴത്തേക്ക് SFIയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരികയാണ്. ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറി എല്ലായിട്ട് വരികയാണ്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊന്നും അത്ര വലിയൊരു നിശ്ചയമില്ല. അടിയന്തരാവസ്ഥ എന്നായിരുന്നു. പക്ഷേ പാട്യം ഗോപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ഗോപാലനുമായിട്ട് അവിടെ അധികം സംസർഗം വരുന്നത് പാട്യത്തിൻ്റെ പത്നി മൃദുല ടീച്ചറുടെ വീട് ഈ കോളേജിൻ്റെ തൊട്ട് പിറകിലാണ്. അപ്പോൾ അവിടെ ചില ദിവസങ്ങളിൽ പാട്യം വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാണാൻ പാട്യത്തിന് വലിയ താല്പര്യമായിരുന്നു. പാട്യയോടെ വരുമ്പോഴൊക്കെ ഞങ്ങൾ വിളിക്കും. അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയുടെ ഗൗരവമൊക്കെ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കോളേജിനകത്ത് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രകടനം നടത്തി. അടിയന്തരാവസ്ഥ അറബിക്കാരിൽ നിന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള അതിനടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് മാവിലായിൽ നിന്ന് ബസ് കയറി ഇടുത്തള്ളി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരാളിവിടെ നിൽക്കുന്ന കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നടന്ന് കോളേജ് ഗേറ്റിലെത്തുമ്പോഴത്തേക്ക് മറ്റൊരു പോലീസുകാർ, എന്നെ അറിയുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ, ആ പോലീസുകാരൻ വന്നു, നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട് പറഞ്ഞു. അവൻ ഏത് സാറ്? പുലിക്കോട് സാറ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ വല്ലാതെ വിഷമിക്കുമ്പോൾ എന്താ, ഈ അവിടുത്തെ SFIയുടെ മിനിറ്റ്സ് ബുക്കും കാര്യമൊക്കെ അതിലിതൊക്കെ തീരുമാനമൊക്കെ എഴുതി വെക്കുമല്ലോ, അതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതോടെ പിടിക്കപ്പെട്ടാൽ ഈ ജാഥ പങ്കെടുത്ത എല്ലാ കുട്ടികളും കേസ് പ്രതിയാകുമല്ലോ. അതാണ് വിഷയം. എങ്ങനെ അത് രക്ഷപ്പെടുത്തുന്നുള്ളതായി എൻ്റെ ചിന്ത. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസുകാരൻ എന്നെയും കൂട്ടി പുലിക്കോടിൻ്റെ അടുത്തേക്ക് പോവുക. ഞാൻ ചെല്ലുമ്പോൾ പുലിക്കോടിനവിടെ ഒരു ജീപ്പിൻ്റെ ബോണറ്റിൻ്റെ മറ്റേ മഡ് ഗാർഡിൻ്റെ മേലെ കാലും വെച്ച് സിനിമ സ്റ്റൈലിൽ നാരായണൻ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പൊരു ദിവസം പുലിക്കോട് ഞങ്ങളെ പിടിച്ചിരുന്നു. ഞങ്ങളൊരു യോഗം കഴിഞ്ഞ് പോകുന്ന സമയത്ത് SM കോളേജിലെ റോഡിൽ വെച്ച്, അന്ന് P ജയരാജനുണ്ട്. P ജയരാജൻ SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ P ജയരാജന് പുലിക്കോടിനെ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ 3-4 ആളെ പിടിച്ച് ജീപ്പ് കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി വാൺ ചെയ്തു. ഇനി മേലാളി ഇങ്ങനെ നടന്നാൽ അങ്ങനെയാക്കുമെന്നൊക്കെ പറഞ്ഞു. ജയരാജനെ മനസ്സിലാകത്തോണ്ട് ജയരാജൻ പോയി. അത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചോദ്യം, അന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട്, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസുണ്ട്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാർ എന്താ അറസ്റ്റ് ചെയ്യാൻ മാത്രമൊക്കെയുള്ള എന്താ വിഷയം? DIR ആണ്. അപ്പോൾ കാര്യം നമുക്ക് ഏതാണ്ട് മനസ്സിലായി. DIR ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയുടെ അതാണ് DIR. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ പെട്ടെന്നൊന്നും ജാമ്യമൊന്നും കിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങളെല്ലാം പേരിൽ 8-10 കേസുകളുണ്ട് അവിടെ കോളേജുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞ് ജാമ്യം കിട്ടാൻ അതിന് ലോകം കാണൂല നീ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സഹായം ചെയ്യും, എനിക്ക് ഈ കോളേജിൽ കുറേ അസോസിയേഷനൊക്കെ ഉള്ളതാണ്, അതിൻ്റെ ബുക്കും പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഒരു പോലീസുകാരനെ അയച്ചിട്ട് ഞാനത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരാം. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അത് ഞാൻ പറഞ്ഞില്ലേ, ന്യായവും തർക്കവും പറയാനുള്ളതുകൊണ്ട് ആരോടും ഒരു സ്റ്റൈല് പണ്ട് കേട്ടിട്ടുള്ളത് 1 പറഞ്ഞ് 2 അടി എന്നുള്ള നിലക്കായിരുന്നു. ആരുടെയും മുമ്പിൽ അങ്ങനെ വഴങ്ങുന്ന ഒരു അന്നേരം ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ കേസ് വരുന്നത്. അത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി എനിക്ക് തന്നെ വിശ്വാസമാണ്, നീ പോയിട്ട് വന്നു. ഒരു മോചനം കിട്ടിയ പ്രതീതി എനിക്ക് ആ സമയത്ത് കിട്ടിയത്. ഞാൻ കൂടി നാളെ നയിക്കാതെ നീ പോയിട്ട് വന്നു. അപ്പോൾ ഞാൻ നേരെ അടുത്തുള്ള ക്ലാസ് റൂമിൽ പോയി. പെറശ്ശേരിയിലുള്ള പ്രദീപ് കുമാറുണ്ട്, നമ്മൾ PN ദാട്ടൻ്റെ മകൻ, പ്രശാന്തിൻ്റെ ബ്രദർ. അപ്പോൾ പ്രദീപിൻ്റെ കയ്യിൽ ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഉടൻ പോയിക്കൊള്ളണം, പെറശ്ശേരി എത്തി നമ്മൾ TP ഭാസ്കരനെ ഏൽപ്പിച്ചിട്ടേ നിൽക്കാൻ പാടുള്ളൂ,
അതുവരെ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു വിട്ടു. അത്രയപ്പോൾ ഞാൻ ഫ്രീ ആയില്ലേ, പിന്നെ എനിക്ക് പേടിക്കണ്ട, പേടിക്കേണ്ട ഒറ്റയ്ക്ക് കാര്യം. നേരിടാലോ. അപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി, ഒന്ന് മുതലായി കളയാം. അപ്പോൾ കോളേജ് വരാന്തയിലൂടെ നടന്ന് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടും പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞ് ഞാൻ പുലിക്കോടിനടുക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്ക് അതിലൊരു പ്രിൻസിപ്പലിനെ കണ്ടു. പ്രിൻസിപ്പലിൻ്റെ പരാതിയുടെ മേലെയാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. രാമേന്ദ്ര സാറായിരുന്നു പ്രിൻസിപ്പൽ. അപ്പോൾ കോളേജിലെ ഒരു വലിയ ആധികാരിക, വലിയ കുട്ടികളുടെ പിന്തുണയോടുകൂടി. അതെ അതെ, അല്ല ഞാൻ തനിച്ചെന്നെ പോയി. കുട്ടികളൊക്കെ പ്രിപ്പയർ ആകുന്നേ ഉള്ളൂ കുട്ടികൾ. പിന്നെ പ്രിൻസിപ്പലിൻ്റെ അടുക്ക് പോയി ഞാൻ പറഞ്ഞു, സാർ ഇത് ശരിയായില്ല കേട്ടോ, നിങ്ങളുടെ അടുത്ത് ഇത്ര പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അന്നേരം ന്യായമായിട്ടില്ലാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്കെന്നെ വിശ്വസിക്കാനില്ല. സാറിങ്ങനെ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ഒടുക്കി കരയുന്ന ഹോട്ടലിൽ നിൽക്കുക. ഞാനല്ല കുട്ടി എന്ന് പറഞ്ഞു. കുട്ടി എന്നാണ് വിളിക്കുക. ഞാനല്ല കുട്ടി എന്ന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആരും ഉത്തരവാദിയായാലും ഞാൻ ജയിലിലേക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ താഴെ താഴെ ഞാൻ ഇറങ്ങുമ്പോഴാണ് പുലിക്കോടിൻ്റെ രൗദ്രഭാവം കാണുന്നത്. അതുവരെ സൗമ്യഭാവമാണ് കണ്ടത്. പുലിക്കോടൻ തെറി വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇതിനാണോ എന്നെ അയച്ചേ, ഈ കുട്ടികളെ മുഴുവൻ നീയല്ലേ ഇറക്കി. അപ്പോൾ കോളേജ് ക്യാമ്പസ് മുഴുവൻ അങ്ങ് പുറത്തിറങ്ങി. വണ്ടി പുറത്തു പോകുമോ എന്നുള്ള സംശയമാവുന്നൊരവസ്ഥയിലേക്ക് കുട്ടികൾ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഞാനുണ്ട്, എൻ്റെ കൂടെ അലവി സിയോക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു നല്ല കലാകാരനും SFIക്കാരനുമാണ്. അയാളെയും പിടിച്ചു. അയാൾ രണ്ടുപേരെയും ജീപ്പിലിട്ട് ഈ കുട്ടികളുടെ നടുവിലൂടെ കൊണ്ടുപോവാണ്. അവിടെ നേരെ പോലീസ് സ്റ്റേഷൻ, ടൗൺ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. അപ്പോൾ അടിയിപ്പോൾ കിട്ടുന്നതിനാണ് ഇരിക്കുന്നത്. പക്ഷേ പുലിക്കോടിനെ പറ്റി ഞാൻ കേട്ടതുപോലെ അന്ന് ഞങ്ങൾ അടിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 4 പേരെ വേറെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ടി പി ഹരീന്ദ്രനെ പിടിച്ച് വീട്ടിൽ നിന്ന് തന്നെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മുഹമ്മദ്, മരിച്ചുപോയ അജയനല്ലേ, പഴയ അഡ്വക്കേറ്റ് അജയനുണ്ട്. പിന്നെ സുധിയുണ്ട്. അങ്ങനെ ജനതാദളിൻ്റെ അന്നത്തെ വിദ്യാർത്ഥി ജനതയുടെ പ്രവർത്തകരും ഞങ്ങളും എല്ലാം കൂടിയാണ് അന്നവിടെ പുലിക്കോടിൻ്റെ പിടിയിൽപ്പെടുന്നത്. അവിടെ നേരെ റിമാൻഡ് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്ത് സെൻട്രൽ ജയിലിലേക്ക് പോവാണ്. അതാണ് ഏറ്റവും അത്ഭുതം. സെൻട്രൽ ജയിലിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും മുദ്രാവാക്യം വിളിക്കുകയല്ലേ അഭിവാദ്യം ചെയ്തിട്ട്. അവിടുന്ന് പ്ലേറ്റും ഷീറ്റൊക്കെ എടുത്തിട്ട് ആദ്യത്തെ അനുഭവമല്ലേ ജയിലിലേക്ക്. അതെ, സെൻട്രൽ ജയിലിൽ ഈ തടവുകാരുടെ, അടിയന്തരാവസ്ഥ തടവുകാരെല്ലാം പറപ്പിക്കുന്ന ബ്ലോക്കിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ അവിടെ ഭയങ്കര മുദ്രാവാക്യം. സമയം ഏതാണ്ട് 7:30 മണിയായിട്ടുണ്ടാവും രാത്രി. ഈ പ്രൊസീജിയറിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെന്തപ്പോൾ ജയിലിൽ നാളിങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത്, എന്താ കാര്യം എന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങളെ അഭിവാദ്യം ചെയ്തിട്ടാണ്. നേരത്തെ അറസ്റ്റിലായവർ ചെന്ന് നോക്കുമ്പോൾ ആരൊക്കെ അതിലുള്ളത്? AV കുഞ്ഞമ്പു, ചാത്തുണ്ണി മാഷ്, ഓഭരതൻ, വിജയകുമാറിൻ്റെ അച്ഛനല്ലേ AV കുഞ്ഞമ്പു എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ സമരത്തിന്റെ നായകൻ, പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്, പാർട്ടി ജില്ലാ സെക്രട്ടറി. VS ആലപ്പുഴയിൽ അക്രമികളിൽ നിന്ന് രക്ഷിച്ച പാരമ്പര്യം. ഇവരൊക്കെയാണ് അങ്ങനെ ഒരു വലിയ നിര നേതാക്കന്മാരാണ് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജയിലാണെന്നല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഒരു പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഫീലിംഗ് ആണ്. എല്ലാ ദിവസവും ക്ലാസ്സൊക്കെ എടുക്കും. ക്ലാസ്സുണ്ട്. ചാത്തനി മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജയിലിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് വളരെ വാത്സല്യത്തിലാണ് AV ഒക്കെ പെരുമാറുക. അപ്പോൾ അച്ഛന് എന്നെ കാണണം, പിറ്റേ ദിവസം അച്ഛൻ വരികയാണ്. അപ്പോൾ അച്ഛനെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള വിഷയത്തിലാണ് ഞാൻ. അച്ഛന് അത്രയും വാത്സല്യമുള്ളത് കൊണ്ട് തന്നെ അച്ഛനും കരയും, ഞാനും കരയും, എല്ലാവരും കരയും. അങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷെ അന്നത്തെ പിതാക്കന്മാരെല്ലാം കുറച്ച് കർക്കശക്കാരും മക്കളെ അടിക്കുന്നവരൊക്കെയാണെന്ന് താങ്കൾ നേരെ തിരിച്ചാണ് പറയുന്നത്. അതൊക്കെ ശരിയാണ്. അതൊക്കെ അടിക്കുന്നതൊക്കെ വാത്സല്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ജയിലിൽ കിടക്കുമ്പോൾ അടിക്കുന്നല്ലോ അല്ല, നമ്മളെ വാത്സല്യത്തോടെ വരുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനെ കാണാൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അച്ഛനെ ഫേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ AV എന്നോട് ചോദിക്കുക, അത്രമാത്രം ഭീകരനാണ് നിൻ്റെ അച്ഛൻ, എനിക്കതൊന്ന് കാണണമല്ലോ കൃഷ്ണേട്ടൻ. അച്ഛന് AV എന്നൊക്കെ പറഞ്ഞാൽ ഒരു വളരെ ആരാധ്യ മനുഷ്യരാണ്, എന്നാൽ എനിക്കും ഒന്ന് കൃഷ്ണേട്ടനെ കാണണം എന്ന് പറഞ്ഞ് AVയും എൻ്റെ കൂടെ വരികയാണ്. അവിടെ എത്തിയപ്പോൾ അച്ഛനോട് AVയുടെ ആദ്യത്തെ ചോദ്യം, കൃഷ്ണേട്ടാ, ശശീനെ അറസ്റ്റ് ചെയ്തതിലാണോ നിങ്ങൾക്ക് വിഷമം, അല്ല എന്നെ അറസ്റ്റ് ചെയ്തതിലാണോ വിഷമം? വളരെ ക്ലാസ് ചോദ്യമല്ലേ. ഈ നിൽക്കുന്ന നമ്മളെല്ലാവരും ചിരിച്ചു, അച്ഛനും ചിരിച്ചു. അപ്പോൾ ടെൻഷനൊക്കെ മാറി, റിലാക്സ്ഡായി.
റിലാക്സ് ആയി. നിങ്ങൾ അച്ഛൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ സങ്കടത്തോടു കൂടിയില്ലേ ചെയ്യുന്നത്? നിങ്ങൾ ഞാൻ സങ്കടത്തിൽ ഈ ചോദ്യത്തോടെ എല്ലാവരും ആ എല്ലാവരും സങ്കടം സങ്കടമെല്ലാം അലിഞ്ഞു എല്ലാം തീർന്നു. പോയില്ലേ? ആ. അതൊരു വലിയൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ എ വി എന്നിട്ട് അച്ഛനോട് പറയാണ്, ഒരു ബേജാറും വേണ്ട, ഇവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും, ഇവനെ ആലോചിച്ചിട്ട് നിങ്ങൾ ബേജാറാണ്, ധൈര്യമായിട്ട് തിരിച്ചു പോകും. ധൈര്യമായിട്ട് Yes. അങ്ങനെ ഈ ഡിഗ്രി കാലഘട്ടം SN കോളേജിൽ കംപ്ലീറ്റ് ചെയ്തോ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. തുടർ പഠനം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞങ്ങ് പോകാം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ എവല്യൂഷൻ ഒന്ന് പഠിക്കേണ്ടതാണ്. ഒരു എൻജിനീയർ ആവാൻ ഉദ്ദേശിച്ച് കോളേജിൽ ചേരുകയും അഭിഭാഷകനാവണമെന്ന മോഹം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്ത എന്നെ ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റിയതിൽ അടിയന്തരാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ സ്ഥാനമുണ്ട്, പങ്കുണ്ട്. അടിയന്തരാവസ്ഥയുടെ ഈ പീഡനം ഞങ്ങൾ സാധാരണ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന മാർക്സിസ്റ്റ് അപ്രോച്ചിൽ ഒരു ഭരണകൂട വ്യവസ്ഥയുടെ കാര്യമൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുകയാണ്. മനുഷ്യന് അവകാശമില്ലാത്ത അവസ്ഥ വരുത്തുകയാണ്. അതായിരുന്നു അടിയന്തരം. അവൻ്റെ എല്ലാ അവകാശങ്ങളും അവകാശങ്ങളും ആരെയും എവിടെ വെച്ചും അറസ്റ്റ് ചെയ്യാം, ആക്രമിക്കാം, ജയിലിലടക്കാം, ആരും ചോദിക്കാനൊരവസ്ഥ. ഇതാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ. അപ്പോൾ ആ അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനിടയാക്കിയ ഭരണകൂട വ്യവസ്ഥയെ പരാജയപ്പെടുത്തുക എന്നുള്ള മനസ്സിലേക്ക്, ജീവിതം അതിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന ചിന്തയിലേക്ക്, അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലേക്കുള്ള രൂപാന്തരം വരുന്നത്. ഇപ്പോൾ ഡിഗ്രി എക്കണോമിക്സ് പരീക്ഷ എഴുതി പാസ്സായി പി ജിക്ക് പോകുന്നു. അവിടെ കണ്ണൂർ SN കോളേജിൽ തന്നെ എക്കണോമിക്സ് MA എക്കണോമിക്സ് ചേർന്നു. എക്കണോമിക്സ് MAക്ക് ചേർന്ന് ആ സമയമാകുമ്പോഴത്തേക്ക് SFI ജില്ലാ സെക്രട്ടറി 77 ഞാൻ ജില്ലാ സെക്രട്ടറി ആകുന്നുണ്ട്. SFIയുടെ ജില്ലാ സെക്രട്ടറിയായി. അടിയന്തരാവസ്ഥ അവസാനിച്ച് 77 മുതൽ ജില്ലാ സെക്രട്ടറിയാണ്. 80 ഞാൻ MAക്ക് ചേരുന്ന അവസ്ഥ വരുന്നത്. 80 ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് SFIയുടെ. 80-ലും 81-ലും 82-ലും 3 വർഷം തുടർച്ചയായി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു KSU ആധിപത്യമുണ്ട്. അതിനെ ചോദ്യം ചെയ്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ളൊരു മുന്നേറ്റം അത് സംഘർഷഭരിതമായിരുന്നു. നിരവധി SFI പ്രവർത്തകർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. നിരവധി ആളുകൾ ക്യാമ്പസിലിട്ട് കൊന്നു കളഞ്ഞു. കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കിയാൽ അന്ന് പോലീസിൻ്റെ അക്രമങ്ങൾക്ക് വിധേയമാവാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല. അതായിരുന്നു ആ കാലഘട്ടം. അപ്പോൾ താങ്കളുടെ PG പഠനം അതെങ്ങനെ മുന്നോട്ട് പോയി? പിന്നെ ആ സമയത്ത് PG പഠനം മുന്നോട്ട് പോയി. എക്സാമിനേഷൻ ഡേറ്റ് തന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. വേറൊരു കേസ്, നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. റിമാൻഡ് ചെയ്ത് ജയിലിലായി. പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് പഠനം നിന്നു. അവിടെ വെച്ച് ഒരു ഘട്ടത്തിലെ പഠനം നിന്നു. നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാം. അതെ. അതിനും ഈ പഠനം നിന്നിട്ട് പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഏത് മേഖലയിലേക്കാണ്? CPM-ലേക്കാണോ? DYFI? ഞാൻ SFIയുടെ സെക്രട്ടറിയാണ്. SFIയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുക. SFIയിൽ ഏത് പദവി വരെ എത്തിയായിരുന്നു? സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും ആരായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്? പ്രസിഡന്റ് ആദ്യഘട്ടത്തിൽ AK ബാലനായിരുന്നു. ഞാൻ ആദ്യ സെക്രട്ടറി ആകുമ്പോൾ AK ബാലനാണ് പ്രസിഡന്റ്. കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോടിയേരിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ബാലനും ഞാനും വരുന്നത് ജോയിന്റ് സെക്രട്ടറിമാർ. അത് കഴിഞ്ഞ് കോടിയേരി മാറിയപ്പോൾ ബാലൻ സെക്രട്ടറിയായി. പ്രസിഡന്റായി അല്ല, ബാലൻ ആദ്യ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് ബാലൻ MP ആയി. MP ആയപ്പോൾ ബാലൻ പ്രസിഡന്റായി, ഞാൻ സെക്രട്ടറിയായി. DYFIയിൽ ഏത് പോസ്റ്റിലേക്ക് ആദ്യം വരുന്നത്? DYFIയിൽ ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ടാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വന്നു. ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടാണ് വരുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നതിനിടയിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയായി തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുകയായിരുന്നു. അന്നേരം MV ഗോവിന്ദ മാഷായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഞാൻ LLBക്ക് ചേരുന്നത്. അതെന്താ അങ്ങനെ ഒരു തോന്നൽ അന്നേരം ഉണ്ടാകുന്നത്? LLB എൻ്റെ വക്കീൽ മോഹാടെ ഘടകങ്ങളുണ്ടല്ലോ. അതെവിടെ? തിരുവനന്തപുരത്താണ് ചേരുന്നത്? അല്ല, ഇവിടെ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്. അഡ്മിഷൻ കിട്ടി? അഡ്മിഷൻ പിന്നെ അതിലൊന്നും വിഷമമില്ല. മാർക്കുള്ള മെറിറ്റ് തന്നെ. ആരെയും കാല് പിടിച്ചൊന്നും അല്ല. സാധാരണ തിരുവനന്തപുരത്ത് എല്ലാവരും ലോ അക്കാഡമി ചേർന്ന LLB ഉള്ളവരാണ് നാട്ടിൽ മുഴുവൻ ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ മെറിറ്റ് തന്നെ ഗവൺമെന്റ് ലോ കോളേജിൽ ചേർന്നു.
SFI സെക്രട്ടറി എന്ന് പറയും, പിന്നെ അതൊന്നും എളുപ്പത്തിൽ ക്ലാസ്സിലൊന്നും പോക്കാൻ നടക്കില്ല. അങ്ങനെ കഴിഞ്ഞ് 80 സെക്രട്ടറി ആവുന്നത്. ആ കാലം മുന്നോട്ട് പോയി. അതിനിടയിൽ 87 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്, 80 കഴിഞ്ഞതിന് ശേഷം. അന്ന് TK ഹംസ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് എന്നെയാണ് പാർട്ടി നിയോഗിച്ചത്. 87 അന്ന് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, കണ്ണൂർ. അപ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എന്നെ TK ഹംസയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് ലോ കോളേജിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ലോ കോളേജിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ലോ കോളേജിൽ പഠിക്കുന്നുണ്ട്. SFI രാഷ്ട്രീയമുണ്ട്. TK ഹംസയുടെ പേഴ്സണൽ സ്റ്റാഫ്. അല്ല, SFI കഴിഞ്ഞിരുന്നു അപ്പോൾ. കഴിഞ്ഞു. 83 SFI കഴിഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചത്. പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിച്ചു. അത് വളരെ ഗൗരവമുള്ള ഒരു പോസ്റ്റല്ലേ? അതെ, ഗൗരവമുള്ള പോസ്റ്റിലാണ് ആദ്യമായിട്ട് തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് കയറുന്നത്. സെക്രട്ടറിനകത്ത് ആദ്യമായിട്ട് കയറുന്നത് അങ്ങനെയാണ്, TK ഹംസയുടെ പ്രൈവറ്റ് സെക്രട്ടറിയേറ്റാണ്. അപ്പോൾ 89 ആയപ്പോൾ ലോക്സഭ ഇലക്ഷൻ വന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കാൾ, അന്ന് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ പ്രതാപങ്ങളും, ഇന്നത്തേക്കാൾ പ്രതാപമുള്ള കാലമാണ്. ആ കാലത്ത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആ ചെയറിലിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയാൻ പറ്റും? എൻ്റെ ഒരു ഓർമ്മ അനുഭവം ഏറ്റവും പ്രധാനമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഈ പൊതുമരാമത്ത്. അതെ, അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വകുപ്പായിരുന്നത്. അഴിമതിക്കെതിരെ സമരം ചെയ്യുകയും പൊതുമരാമത്ത് വകുപ്പിനെ പരമാവധി നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്താണോ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ പദ്ധതി പണം എങ്ങോട്ടും ചോർന്നു പോകാതെ നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല തന്നെയായിരുന്നു നിർവഹിച്ചത്. അങ്ങനെ ഒരു ചുമതല താങ്കളിലേക്ക് വരാൻ മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലിരുന്നുള്ള പരിചയമില്ല. പാർട്ടി പ്രവർത്തകനായിരുന്നു, ഒരു വിദ്യാർത്ഥി നേതാവാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇത്രയും വലിയൊരു സംവിധാനത്തിൻ്റെ മന്ത്രിയുടെ PS A to Z ആണ്. അത് എല്ലാവർക്കും, രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. ആ വകുപ്പിൻ്റെ ഭരണതലത്തിലെ ഒരു പക്ഷേ അവസാന വാക്ക് മന്ത്രി പറയുന്ന താങ്കളിലൂടെ ആയിരിക്കും, അല്ലാതെ മന്ത്രി എല്ലാത്തിനും നേരിട്ട് ഇടപെടുന്നില്ല. അത്തരം ഒരു വലിയ ചുമതല വരുമ്പോൾ പകച്ചു പോയിട്ടുണ്ടോ? അതിലെങ്ങനെയാണ് അതിനെ നേരിട്ട്? ഒരു പകച്ചു പോലും ഉണ്ടായിട്ടില്ല. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായും SFI പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും കൈകാര്യം ചെയ്യുന്ന ചുമതലകളുണ്ടല്ലോ, അത് നിങ്ങൾ ഏത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഏത് IAS കാരനും ഏത് IPS കാരനും കൈകാര്യം ചെയ്യുന്ന ചുമതലയേക്കാൾ വലിയ ട്രെയിനിങ് ആണ് പാർട്ടി ഞങ്ങൾക്ക് തരുന്നത്. SFIയുടെ സെക്രട്ടറിയായി കേരളത്തിൽ മുഴുവൻ ഓടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരാൾക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നല്ല, അതിനപ്പുറത്തെന്ത് ചുമതല കൊടുത്താലും അതെല്ലാം നിർവഹിക്കാനുള്ള ട്രെയിനിങ് ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ നേടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം TK ഹംസയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് താങ്കൾ വരുന്ന പൊളിറ്റിക്കൽ പോസ്റ്റ് ഏതാണ്? പോസ്റ്റിലേക്കല്ല ഞാൻ പോയത്. ഞാൻ 89 പോസ്റ്റ് റിസൈൻ ചെയ്തു. 89 കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായിട്ട്. അന്ന് കണ്ണൂർ എന്ന് പറയുന്നത് നമുക്ക് ജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലം, മുല്ലപ്പള്ളിയുടെ ഒരു കോട്ടയായിരുന്നു. ആ കോട്ടയിൽ അടക്കമുണ്ടാക്കാൻ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി വേണം എന്ന് പാർട്ടി കണ്ടതുകൊണ്ടാണ് അവിടെ തന്നെ റിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതേ തുടർന്ന് അതിൽ ജയിച്ചില്ല, പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഞാൻ വക്കീലായത്. അത് എങ്ങനെയാണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ് പരാജയപ്പെട്ടപ്പോൾ T ഗോവിന്ദനാണ് സെക്രട്ടറി. T ഗോവിന്ദനാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഗോവിന്ദനെ പറഞ്ഞാൽ എനിക്കൊന്ന് പരീക്ഷ എഴുതണം, ഗോവിന്ദൻ 2 മാസത്തെ ലീവ് വേണം. അപ്പോൾ തോറ്റത്തിൻ്റെ അനുഭവം കൂടി മനസ്സിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിന് പരീക്ഷ എഴുതിക്കോന്ന് പറഞ്ഞു. എഴുതിക്കോന്ന് പറഞ്ഞു. 24 പേപ്പർ എഴുതാനുണ്ട്. 24 മാസം കൊണ്ട് പഠിച്ചെടുത്തു. അപ്പോൾ എവിടുന്ന് എഴുതും എന്നതാണ് പ്രശ്നം. ഗോവിന്ദനാട്ടൻ ലീവ് തന്നു, പോയിക്കോളാൻ പറഞ്ഞു 2 മാസം. ഞാൻ നേരെ കോഴിക്കോട് കേളുവട്ടൻ അഭയം പ്രാപിച്ചു. കേളുവട്ടൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പരീക്ഷ എഴുതൽ എളുപ്പമായിരിക്കില്ല. കേളുവട്ടൻ ഉപയോഗിച്ച് അതേ വാക്ക് പറഞ്ഞ അല്ല, കോഴിക്കോട്ടിരുന്നിട്ട് ഒരുപാട് നമുക്ക് SFIയുടെയൊക്കെ പ്രവർത്തകരുണ്ടല്ലോ, ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ കേളുവട്ടൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പരീക്ഷ എഴുതാൻ കഴിയില്ല, കാരണം നിൻ്റെ കാരാടങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ഉപയോഗിച്ച വാക്കതാ കാരാടങ്ങൾ. പിന്നെ ഒരു മാർഗ്ഗം ശിങ്കിടികൾ, അടുത്ത പരിചയക്കാർ, അടുപ്പക്കാർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കേളുവട്ടൻ തന്നെ ഒരു പ്രതിവിധി പറഞ്ഞു, ഇവിടെ പാർട്ടി ഓഫീസ് ഞാൻ കിടക്കുന്ന മുറിൻ്റെ അപ്പുറത്തൊരു ചെറിയ മുറിയുണ്ട്, സൗകര്യം കുറവാണ്, ഒരു സിംഗിൾ കോട്ടിടേണ്ട സ്ഥലമേ അതിലുള്ളൂ, പക്ഷേ ബാത്റൂമുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ എനിക്ക് സാധിക്കും. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരുത്തനും മേലെ കയറില്ല.
അങ്ങനെ തന്നെ വീട്ടു നടങ്കിൽ പോലെ അവിടെ കടത്തിയിട്ടാണ് കേരള 2 മാസം കൊണ്ട് പഠിച്ചെടുത്തു. കേരളോട്ടനെ പരീക്ഷ എഴുതിപ്പിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് എല്ലാ പേപ്പറും 24 പേപ്പറും പാസ് കിട്ടി. പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് എനിക്കൊരു ഹോബിയാണ്. ഞാനൊരു പരീക്ഷ എഴുതിയാൽ അതിൽ തോൽക്കാറില്ല. LLB പാസ്സായി. LLB പാസ്സായി.